സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പച്ചക്കറികളെക്കുറിച്ചാണ് കടന്നു പോകുന്നത്. പച്ചക്കറികളുടെ കൂടെ കൂട്ടാവുന്ന ഒരു ഔഷധച്ചെടിയുണ്ട്, കുടകനില അഥവാ കുടങ്ങനില അഥവാ വെള്ളമുത്തിൽ എന്നൊക്കെ പറയുന്നത്. വളരെ നല്ലതാണ്. അത് നിങ്ങൾ വീട്ടുമുറ്റത്ത് ഒരു പെയിൻറ്റ് ബക്കറ്റിലൊക്കെ നിറച്ച് മണ്ണും ചാണകമൊക്കെ നിറച്ചിട്ട് അതിൽ നട്ടുപിടിപ്പിച്ച് തൂക്കി വളർത്തണം. എന്നിട്ട് എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് നിങ്ങൾ കറിക്കായിട്ട് അത് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ ഓർമ്മശക്തിയെ കൂട്ടും, ഏകാഗ്രത വർദ്ധിപ്പിക്കും, തലച്ചോറിൻ്റെ ഉത്തേജനത്തിന് നല്ലത്, ചർമ്മത്തിൻ്റെ തിളക്കം നൽകാൻ നല്ലത്, വ്രണങ്ങളും ചർമ്മരോഗങ്ങളും ശമിക്കും, ദഹന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നു, വയറിലെ എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് അൾസറിന് കുടകൻ്റെ ഇലയും പച്ചമഞ്ഞളും ചേർത്ത്, പച്ചമഞ്ഞളെ തോല് കളയണം, ചേർത്ത് അരച്ച് തൈരിൽ ചേർത്ത് ദിവസവും 2 നേരം വെച്ച് കഴിച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസർ വരെ മാറിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു, ബലക്ഷയം കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ബലമുണ്ടാകാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ഇതാണ്: ഊർജം ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഔഷധച്ചെടി. പച്ചച്ചീരയാണ് ഉത്തരം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശരീരത്തിന് ശക്തിയും ആരോഗ്യവും നൽകുന്ന ഒരു ഔഷധച്ചെടിയുണ്ട്. ഉത്തരം നൽകണം. ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയൊരു അറിവുകളായി നിങ്ങൾ മാറണം. അതുകൊണ്ട് ഈ കുടകനില നട്ടു വളർത്തണം. എല്ലാ ഉച്ചഭക്ഷണത്തിലും ഒരു കറി നിങ്ങൾ ഉണ്ടാക്കണം. ഒരു ചമ്മന്തി, കറി എന്ന് പറഞ്ഞാൽ ചാറുകറിയല്ല, കുടകനിലയും അതിൻ്റെ തണ്ടുമൊക്കെ എടുത്തിട്ട് ഒന്ന് ഇച്ചിരി തേങ്ങയും ഇഞ്ചിയും വെള്ളുള്ളിയും ചുവന്ന ഉള്ളിയും ചെറിയ ഉള്ളി അതൊക്കെ ചേർത്ത് അരച്ച് ഒരു ചമ്മന്തിയാക്കി നിങ്ങൾ എല്ലാ ഭക്ഷണത്തിലും ഒന്ന് കഴിച്ച് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് വലിയ ഘടകങ്ങൾ അതിനകത്തുണ്ട്. അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊടുക്കണം. ഈ അറിവ് നിങ്ങൾ പങ്കുവെക്കണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരും അറിയട്ടെ. നന്ദി, നമസ്കാരം.